കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായം 9-ാം വാക്യം. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. മനുഷ്യന് ദൈവം അസാധാരണമായ കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. പടിപടിയായി അറിവും സാങ്കേതികതയും വളർത്തിയെടുത്ത് ലോകത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിയെടുക്കാനുള്ള അത്ഭുതകരമായ ബുദ്ധിശക്തി, ഇച്ഛാശക്തി, ഭാവന തുടങ്ങിയവ ഭൂമിയിൽ മനുഷ്യന് മാത്രം അവകാശപ്പെട്ടതാണ്. എന്നാൽ അതേ ബുദ്ധി ഉപയോഗിച്ച് മനുഷ്യർ പലപ്പോഴും ദൈവത്തിൻ്റെ അസ്തിത്വം നിഷേധിക്കുന്നു. ഇന്നും പ്രപഞ്ചത്തിൻ്റെ വലിപ്പം എത്രയെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത മനുഷ്യർ പ്രപഞ്ചം താനേ ഉണ്ടായതാണെന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ച് ദൈവത്തിൻ്റെ സ്ഥാനം നിഷേധിക്കുന്നു. എന്നാൽ അതേ മനുഷ്യർ തന്നെ നിസ്സഹായരായി മാറുന്ന പല അനുഭവങ്ങളും നേരിടുമ്പോൾ തളർന്നു പോകുന്നു. ദൈവത്തിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നവർക്കും ജീവിതത്തിൽ സമാനതകളില്ലാത്ത പ്രതിസന്ധികൾ നേരിടേണ്ടി വരാം. എന്നാൽ അപ്പോഴും അവർ ദൈവത്തിൻ്റെ ഹിതത്തിൽ വിശ്വാസം അർപ്പിക്കുന്നു. ദൈവത്തിന് സകലവും സാധ്യമെന്നറിയാവുന്നതാണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ഏറ്റവും വലിയ ഊർജം നൽകുന്നത്. എന്നാൽ ചിലപ്പോഴെങ്കിലും നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നുണ്ടോ എന്ന സംശയം ഉള്ളിലുണ്ടാവാം. നാം ബലഹീനരായി പോകുന്ന ആ സന്ദർഭങ്ങളിലും ദൈവം നമുക്ക് തൻ്റെ കൃപ നൽകാൻ കഴിയുന്നവനാണ്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് എല്ലാറ്റിനും നാം ആഗ്രഹിക്കുന്ന ഉത്തരം തന്നെ ലഭിക്കണമെന്ന് വാശി പിടിക്കരുത്. കാരണം ദൈവത്തിന് നമ്മുടെ ആവശ്യങ്ങൾ നടത്തിത്തരുന്നതിലും പ്രധാനം നാം ദൈവത്തിൽ വിശ്വസിച്ച് നിലനിന്ന് നിത്യതയിൽ ദൈവത്തോടൊത്ത് വസിക്കുന്നതാണ്. ചില ബലഹീനതകൾ നമ്മെ ദൈവസന്നിധിയിൽ നിന്ന് പിന്മാറാതെ നിലനിൽക്കാനും അഹങ്കരിച്ച് നശിച്ചു പോകാതിരിക്കാനും ആവശ്യമെങ്കിൽ എത്ര തന്നെ പ്രാർത്ഥിച്ചാലും ദൈവം അതിനെ നീക്കിക്കളയുകയില്ല. നമ്മുടെ ബലഹീനതകളിൽ ദൈവം നൽകുന്ന വാഗ്ദത്തമാണ് എൻ്റെ കൃപ നിനക്ക് മതി എന്നത്. നമ്മെ ശക്തരാക്കാൻ, ബലഹീനത നിലനിൽക്കുമ്പോൾ തന്നെ അതിനെ നിഷ്പ്രഭമാക്കുന്ന പ്രവൃത്തികൾ ചെയ്യിക്കാൻ, നമ്മെ ഒരു അത്ഭുതമാക്കാൻ ദൈവത്തിൻ്റെ ശക്തി മതിയായതാണ്. ഈ ദൈവകൃപയുടെ വാഗ്ദത്തത്തെ ഹൃദയത്തിൽ കുറിച്ചു വയ്ക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.